നിയമസഭാ സമ്മേളനത്തിൽ പാസ്സാക്കിയ 2 സർവകലാശാല ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചു. സ്വകാര്യ സർവകലാശാല ബില്ല്, സർവകലാശാല ഭേദഗതി ബിൽ എന്നിവയാണ് രാഷ്ട്രപതിക്ക് കൈമാറിയത്. 6 മാസത്തോളം ബില്ലുകൾ കൈവശം വെച്ചതിനു ശേഷമാണ് ഗവർണറുടെ നടപടി. ഹാൻസ് ജോൺ ഉണ്ട് വിവരങ്ങളുമായി. ഹാൻസ്, വിശദാംശങ്ങൾ. അഖില, 6 മാസത്തോളം ഗവർണറുടെ കൈവശമുണ്ടായിരുന്ന 2 ബില്ലുകളാണ് ഇപ്പോൾ ഗവർണർ രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം പാസ്സാക്കിയിട്ടുള്ള സ്വകാര്യ സർവകലാശാല ബില്ല്, അതിനോടൊപ്പം തന്നെ സർവകലാശാല ഭേദഗതി ബില്ല്, ഇവ രണ്ടുമാണ് ഇപ്പോൾ രാജ്ഭവൻ രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മാസം മുമ്പ് നിയമസഭാ സമ്മേളനം പാസ്സാക്കി ഗവർണർക്ക് കൈമാറിയ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഒരു നിർണായക നടപടി ഉണ്ടായിരിക്കുന്നത്. സാധാരണ ഒരു നിയമസഭാ സമ്മേളനം ബില്ലുകൾ പാസ്സാക്കി കഴിഞ്ഞാൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് 3 നടപടികളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുള്ളത്. ഒന്നുകിൽ ഈ ബില്ലുകൾ പാസ്സാക്കുക, അല്ലെങ്കിൽ വീണ്ടും നിയമസഭയ്ക്ക് തിരിച്ചയക്കുക, അല്ലാത്ത പക്ഷം രാഷ്ട്രപതിക്ക് കൈമാറുക. ഈ 3 നടപടികളാണ് രാജ്ഭവൻ അല്ലെങ്കിൽ ഗവർണർ സ്വീകരിക്കാറുള്ളത്. ഇത് സ്വാഭാവികമായിട്ട് ഈ 3ാമത്തെ നടപടിയായിട്ടുള്ള രാഷ്ട്രപതിക്ക് ബില്ല് കൈമാറുക എന്നുള്ളൊരു നീക്കമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വകാര്യ സർവകലാശാല ബില്ലിലെങ്കിലും ഗവർണർ ഒപ്പിടും എന്നുള്ളൊരു നിഗമനമുണ്ടായിരുന്നു. പക്ഷേ അത് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. 2 ബില്ലുകളും ഇപ്പോൾ രാഷ്ട്രപതിയുടെ തീരുമാനത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ സർവകലാശാല ഭേദഗതി ബില്ല് ഗവർണർ ഒപ്പിടില്ല എന്നൊരു നിഗമനം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. കാരണം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ചാൻസലർക്കുള്ള അധികാരം വെട്ടിച്ചുരുക്കുന്നതായിരുന്നു സർവകലാശാല ഭേദഗതി ബില്ല്. കൂടാതെ സർവകലാശാലയുടെ പ്രോ ചാൻസലറായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂടുതൽ അധികാരങ്ങളും ഈ ബില്ല് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബില്ലിൽ ഗവർണർ ഒപ്പിടില്ല എന്നുള്ളൊരു നിഗമനം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ സ്വകാര്യ സർവകലാശാല ബില്ല് ഒപ്പിടും എന്നുള്ളൊരു നിഗമനവും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഒരു നിർണായക നീക്കമുണ്ടായി. രാഷ്ട്രപതിക്ക് ബില്ലുകൾ അയക്കുന്നു. ഇനി രാഷ്ട്രപതി ഏതെങ്കിലും തരത്തിലുള്ള എന്ത് തീരുമാനമാണ് ഇതിലെടുക്കുക എന്നുള്ളത് നിർണായകമാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ബില്ലുകളിൽ ഒരു സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. പക്ഷേ ആ വിധിയെ വീണ്ടും സുപ്രീം കോടതി തന്നെ രാഷ്ട്രപതിയുടെ റെഫറൻസിൽ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ വീണ്ടും രാജ്ഭവൻ ഈ 2 ബില്ലുകളും രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നു. എന്തായാലും രാജ്ഭവൻ ഈ വിവരം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഏതാനും ദിവസങ്ങളായി ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചിട്ട്. പക്ഷേ രാജ്ഭവൻ ഇത്തരമൊരു നീക്കം നടത്തിയതായിട്ടുള്ള വിവരം പുറത്തേക്ക് വിട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് രാജ്ഭവൻ ഈ 2 ബില്ലുകളും രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നു. ഇനി രാഷ്ട്രപതി വേണം ഈ 2 ബില്ലുകളിലും ഇനി ഒരു തീരുമാനമെടുക്കാൻ. അഖില.